മേയർ സംസാരിക്കുന്നു തത്സമയം. ഇവിടെ വിശദമായി മേയർ ബീന ഫിലിപ്പ് ഇപ്പോൾ അവിടെ. പ്രകാശ് ബാബു ഉണ്ട്. അവരൊക്കെ ഞങ്ങൾ 3 പേരും ഇവിടെയുള്ള ഡോക്ടറോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് ഇവിടെ ഈ പറഞ്ഞതുപോലെ ആശങ്കപ്പെടേണ്ട ഒന്നും ഉണ്ടായില്ല. ടെസ്റ്റ് നടത്തുന്നതിനിടയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു സാധനം കത്തി എന്നല്ലാതെ അപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ സാധനം അവർക്ക് ചെറിയ ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് ഉണ്ടാവും, ഉപയോഗിച്ചതൊക്കെ എടുക്കുകയും ചെയ്തു. വലിയ പുകയോ തീയോ ബെഡ് കത്തുകയോ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഒരിക്കൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു തീപിടുത്തത്തിൻ്റെ ബേസിൽ ആരോ അറിയിച്ചത് പ്രകാരം ചെറിയൊരു കാര്യം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ച ഒന്നിനെ ഇത്രയും പർവ്വതീകരിച്ച് നമുക്കെല്ലാവർക്കും, നിങ്ങൾക്കറിയാലോ, മലബാറിലെ പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ പാവപ്പെട്ടവരുടെ ഏക ആശ്രയമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് ഇന്ന് ഇത്രയും നല്ല രീതിയിൽ നടക്കുന്ന നമ്മുടെ മെഡിക്കൽ കോളേജിൽ ആൾക്കാർക്ക് ആശങ്ക ഉണ്ടാക്കുന്നതൊന്നും തന്നെ പുറത്തു കൊടുക്കാതിരിക്കുക എന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ധർമ്മമാണ്. നമ്മളറിയില്ല, ചിലപ്പോൾ നമ്മൾ വാർത്തയ്ക്ക് പ്രാധാന്യത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള നുണകളാവരുത്. സത്യം അന്വേഷിച്ചറിഞ്ഞ് അത് ആൾക്കാരെ ബോധിപ്പിക്കാനുള്ള വലിയൊരു രോഗികൾ അല്ല അവർ ടെസ്റ്റ് ചെയ്യായിരുന്നു. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ എക്യുപ്മെന്റ് അവർ കൊണ്ടുവന്ന് വെച്ച് പോയ ശേഷം അതിന്റെ ഞാൻ ഡോക്ടർ പറഞ്ഞ് കേട്ടതാ പറയുന്നത്, രാഘവേട്ടനും കേട്ടതാണ്. പരിശോധിച്ച് പോയ ശേഷം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും അവർക്ക് ചെക്ക് ചെയ്യണം. ആ ചെക്കിങ്ങിലാണ് ചെറിയ സാധനം, ഒരു പ്ലാസ്റ്റിക് ട്യൂബിനകത്താണ് ഈ സംഭവം ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് അത് വളരുമോ അല്ലെങ്കിൽ തീപിടുത്താവോ ബെഡ് കത്തുവോ ഒരു രോഗിക്ക് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ ആൾക്കാർ ഓടിപ്പോയി എന്ന് പറയും, ഒന്നും ചെയ്യുന്ന അവസ്ഥ അവിടെ ഉണ്ടായിട്ടില്ല. അത് ഓരോരുത്തർ ഓരോ തരത്തിൽ പറയും. ഇത് എന്തോ ഇപ്പോഴോ അവിടെ അങ്ങനെയുള്ള അവർക്ക് ഈ പേടി കൊണ്ടായിരിക്കും. ചെറിയ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകുമ്പോൾ അയ്യോ എന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കാണും. അപ്പോഴേക്കും എല്ലാവരും ഓടിക്കാണും. ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ കേട്ടതല്ലേ. അതാണ്. അല്ല, ഇവര് അതിന്റെ വേറൊരു മെഷീൻ, അത് പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഒരു മെഷീന്റെ കാര്യമായിരുന്നു അവർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയാണ് സംഭവിച്ചത്. അല്ലാതെ ഈ തന്നെ തീപിടിക്കുകയോ ഒന്നും ചെയ്തതല്ല. അത് ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് അവർ ചെക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും? എന്തെങ്കിലും ഇൻവെന്റ് ചെയ്ത് കാണൂല, അവിടെ ഒരു സാധനം ചെയ്ത് കാണണം, അതുകൊണ്ടായിരിക്കും ചെക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇതിപ്പോ ഡോക്ടർ നമ്മളോട് പറഞ്ഞതാണ്. അങ്ങനെ അല്ലല്ലോ. നമ്മൾ നമ്മുടെ വീട്ടില് ഒരു പുതിയ സാധനം ഇൻസ്റ്റാൾ ചെയ്യാണ്, പുതിയ ഒന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ശരിയല്ലേ? അവര് അത് ഇൻസ്റ്റാൾ ചെയ്ത ഒരു മെഷീന്റെ കാര്യങ്ങൾ അവർക്ക് ചെക്ക് ചെയ്യണ്ടേ. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ സംഭവിച്ചു എന്നാ പറയുന്നത്. നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അല്ലാതെ ഇതൊക്കെ അവർ പറയണ്ടേ. അതാണ്. അതെ, എന്നോട് ചോദിച്ചാൽ ഞാൻ നമ്മൾ ഒരാൾ പറയുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനത് ഏറ്റു പറയുന്നത്. ഞാൻ കണ്ടതാണോ? അല്ല. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, സത്യാവസ്ഥ അറിയാതെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ദയവായി, അതൊക്കെ അവർ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയുന്ന പകുതി ചെയ്യുമ്പോഴേക്കും ഓടും. അവരെ ഇല്ല, ഞാൻ പോയില്ല, മേലെ പോയില്ല. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലല്ലേ? 4-5 നിലയിൽ മാത്രമേ രോഗികളുണ്ടായിരുന്നു. 6-ാം നില ആരും ഇല്ലായിരുന്നു. 3-4 മാത്രമേ ഉണ്ടായിരുന്നു. കേൾക്കുന്നില്ലേ? ശരി, എന്തായാലും അപകടമില്ലാത്ത സ്ഥലത്തേക്കാണ് 20ഓളം രോഗികളെന്ന് പറയുന്നത് വരെ കൂടുതൽ അപകടമില്ലാത്ത സ്ഥലത്താണ് മാറ്റിയിരിക്കുന്നത്. പോകുമ്പോൾ എങ്ങനെയാണ് ഫിറ്റ്നസ് ലഭിക്കുന്നത്? അല്ല, വേറെ കുഴപ്പമില്ലാത്ത സ്ഥലത്തല്ല. നിങ്ങൾ പറയണ പോലെ അവിടെ തീപിടുത്തമേ ഉണ്ടായില്ല. ഈ ചാനലുകൾ മുഴുവൻ എഴുതി കാണിക്കുന്ന എന്താ? ഞാൻ പേടിച്ചോടി വരികയാണ്, ഇവിടുത്തെ കട്ടിലൊക്കെ കത്തി,
രോഗികൾ ഓടി എന്നതാണ്. ഇതൊന്നും സംഭവിച്ചില്ല, ഇല്ലെന്ന്. ഞാൻ മുകളിൽ പോയില്ല, 6 നിലയുടെ മുകളിലേക്ക് കയറാനുള്ള ആരോഗ്യം എനിക്കില്ല, ലിഫ്റ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ കണ്ടിട്ട് പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് കേട്ടിയതാണ്. അതെ, നിങ്ങൾ ഇങ്ങനെ ഓടി അങ്ങ് പോയിട്ട് എന്താ പറയാന്ന് പറയാൻ കഴിയില്ല. കേട്ടത് തന്നെ നിങ്ങൾ ഇങ്ങനെയാ പറയുന്നത്. ഞാൻ പോയില്ല, അതിനു വേണ്ടിയാ ഞാൻ പോയത്. നിറയെ പോക്കറ്റ് ഞാൻ കണ്ടില്ല. മേയർ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അത് കൃത്യമായി തന്നെ അധികൃതർ വിശദീകരിച്ചതാണ്. താൻ അത് ഒന്നുകൂടി വ്യക്തമാക്കുന്നുവെന്നാണ് മേയർ വിശദീകരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ രോഗികൾ പറഞ്ഞ കാര്യം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. താൻ അവിടേക്ക് നേരിട്ടെത്തി കാര്യങ്ങൾ കണ്ടില്ല, 6ാം നിലയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് മേയർ പറയുന്നുണ്ട്. അതിനുശേഷം മേയർ അവിടെ നിന്ന് മടങ്ങുകയാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നാണ് മേയർ പറയുന്നത്.